ഹെഡിങ് എഴുതുക, പ്രിൻസിപ്പിൾ ഓഫ്, അത് പിന്നെ ചെയ്താൽ മതിയെ, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഈ അക്കോർഡിംഗ് ടു എഴുതിക്കോ, അക്കോർഡിംഗ് ടു the principle of conservation of energy, comma, energy can neither be created nor can it be destroyed. It changes from it only changes from one form to another. അതായത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, എനർജി നശിപ്പിക്കാനോ പുതിയത് ഉണ്ടാക്കാനോ പറ്റത്തില്ല, ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് മാറ്റാനേ പറ്റത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. പൊസിഷൻ ഡ്യൂ ടു പൊസിഷനാണ്. നമ്മൾ ഇവിടെ നിന്ന് എണ്ണീറ്റ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? എണ്ണീറ്റ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ബോഡിക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവും, വെലോസിറ്റി ഉണ്ടാവും, അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പം അത്രയും നേരം ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് ആയിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് മാറി. വീണ്ടും നമ്മൾ എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും അത്രയും നേരം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് വീണ്ടും മാറും. ഇതാണ് കണ്ടോ. അപ്പം അവിടെ ഇപ്പോൾ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറി. അവിടെ നിന്ന് വീണ്ടും എന്തായിട്ട് മാറി? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട്. അപ്പോൾ എനർജി എന്ത് ചെയ്യുന്നില്ല? എനർജി നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. അതായത് പുതിയതുണ്ടാകുന്നുമില്ല, ഉള്ളത് നഷ്ടപ്പെട്ടു പോകുന്നൊന്നുമില്ലാതാണ്. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് മാറുന്നതേ ഉള്ളൂ. ഇത് നമുക്കുണ്ടല്ലോ തിയറിറ്റിക്കലി പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിയറിറ്റിക്കൽ വെരിഫിക്കേഷൻ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേണമെങ്കിൽ ഓർ ഇങ്ങനെ എഴുതിക്കോ, ഓർ ടോട്ടൽ എനർജി always remains constant, always remains constant. Okay, എന്നിട്ട് എഴുതുക that is total energy is equal to kinetic energy plus potential energy K plus U will be is equal to എന്താണ്? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ബാക്കിയുള്ള എല്ലാ ഫോഴ്സിനെയും നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഫ്രിക്ഷണൽ ഫോഴ്സ്, എയർ റെസിസ്റ്റൻസ്, അങ്ങനെയുള്ള എല്ലാ സാധനത്തിനെയും നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ? ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആയിരിക്കും. അത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ശ്രദ്ധിച്ചോണം. ഇത് ഡെറിവേഷനാണ്. എഴുതിക്കോ, തിയോറിറ്റിക്കൽ ഹെഡിങ് എഴുതിക്കോ. തിയോറിറ്റിക്കൽ വെരിഫിക്കേഷൻ ഓഫ് K plus U is equal to constant for a freely falling body. Freely falling body. അതായത് ഇത് പ്രൂവ് ചെയ്ത് കാണിക്കണം. കോൺസ്റ്റൻ്റ് എന്ന് എഴുതിയിരിക്കുക. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. ഞാൻ ഷോർട്ട് ഫോം എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വലിയ സാധനങ്ങളായിട്ടൊക്കെ തന്നിട്ടുണ്ട്. അതൊന്നും ഇല്ലാതെ എൻ്റെ ഈ ഡെറിവേഷൻ പഠിച്ചാൽ മതി. ഞാനിപ്പോൾ തരാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാധനം. എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇവിടെ ശ്രദ്ധിച്ചോണം. നമ്മൾ ഒരു പടം വരയ്ക്കാൻ പോവാം. ആ പടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു ബോൾ മോളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. എന്താണ്? ഒരു ബോൾ ഒരു ഒന്നാമത്തെ നിലയിൽ നിന്ന് വല്ലതും താഴോട്ട് വീഴുകയാണ്. ആ ഒന്നാമത്തെ നിലയിൽ നിന്ന് താഴെ വീഴുന്ന അതിൻ്റെ 3 പൊസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാം. ഒന്ന്, മോളിൽ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ,
പിന്നെ ഇടയ്ക്കൊരു പൊസിഷൻ, പിന്നെ ഏറ്റവും താഴെ വന്നത് ഹിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള 3 ഇൻസ്റ്റൻറ്റ്. അതായത് നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കത്തില്ലേ 3 എണ്ണം, അതായത് ഇപ്പം ഒരു ബോൾ ഞാൻ മുകളിൽ നിന്ന് താഴോട്ടിടുന്നു, അപ്പോൾ അതിൻ്റെ 3 പൊസിഷനിൽ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് നമ്മൾ കണ്ടീഷൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള എനർജി കണ്ടുപിടിക്കണം, ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം, ഇവിടെയുള്ള ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം, ഇവിടെയുള്ള ടോട്ടൽ എനർജിയും കണ്ടുപിടിക്കണം. ഈ 3 പൊസിഷനിലുള്ള ടോട്ടൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. ഇവിടുത്തെ എനർജി ടോട്ടൽ എനർജി തന്നെയായിരിക്കും ഇവിടുത്തെ ടോട്ടൽ എനർജി തന്നെയായിരിക്കും ഇവിടുത്തെ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, അവിടെ എനർജി ഓരോ പൊസിഷനിലും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. എനർജി നഷ്ടപ്പെട്ടു പോകുന്നതോ അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, എനർജി പുതിയതായിട്ട് ഉണ്ടാകുന്നതോ ഇല്ല. ആ എനർജി എപ്പോഴും എന്തായിട്ടിരിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നോക്കിയോ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയോ, ലെറ്റ് എ ബോഡി എഴുതിക്കോ. ലെറ്റ് എ ബോഡി ഓഫ് മാസ് എം falling freely under the effect of gravity, അല്ലെങ്കിൽ under gravity, falling freely under the effect of gravity, from height h above the ground, h ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുക, ഇതെന്ത് ചെയ്തിരിക്കുക, മുകളിൽ നിന്ന് ഒരു ബോൾ താഴെ വരിക. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ എല്ലാം വീടിൻ്റെ ടെറസയിലോട്ട് കയറിയിട്ട് നിങ്ങളൊരു ബോൾ താഴോട്ട് ഇടുന്നതായിട്ട് നിങ്ങളങ്ങ് സങ്കല്പിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 3 പൊസിഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാതെ, ഒന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ഉള്ള കേസ്, ഒന്ന് ആ വീടിൻ്റെ പകുതിയാവും, ആ ബോൾ വീടിൻ്റെ പകുതിയാവുമ്പോൾ ഉള്ളൊരു കേസ്, 3 എന്താണ്, 3 ആ ഏറ്റവും താഴെ വന്ന് ഹിറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു കേസ്. ഓക്കെ ആണല്ലോ, ഈ 3 കേസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ 3 കേസ് കൺസിഡർ ചെയ്തിട്ട് ഒരു ഡെറിവേഷൻ ചെയ്യാം. ഒരു സെക്കൻഡേ. ഓക്കെ, അതിനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു. ഒരു ഡയഗ്രം വരയ്ക്കുക. ഒരു ഡയഗ്രം വരയ്ക്കുന്നു. നോക്കിയോ, എൻ്റെ കൂടെ വരച്ചു നോക്കൂ. നോക്കിയോ, ഇവിടെ ഒരു ബോൾ കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ഭൂമിയാണ്, ഇത് ഭൂമി ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇത് ഭൂമിയാണ്, ഗ്രൗണ്ടാണ്. ഓക്കെ, ആ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് h ഹൈറ്റ് മുകളിൽ ഞാനൊരു ബോൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ മാസ് m ആണ്. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് ഞാൻ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ്. അതായത് ഭൂമി എന്നുള്ള ഇതിൻ്റെ ഹൈറ്റ് h ആണ്, സ്മോൾ h ആണ്. ഓക്കെ ആണല്ലോ, ആ സൈഡിൽ ഹൈറ്റ് സൈഡിൽ വരച്ച് കാണിക്കുക. അപ്പോൾ ബോഡി മോളിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുക, താഴോട്ട് വരിക. അപ്പോൾ ഇത് എ എന്ന് പറയുന്ന പൊസിഷനാണ് മാർക്ക് ചെയ്തു. അടുത്ത ബോൾ ദണ്ട് ഇവിടെ വന്നപ്പം ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് വിചാരിച്ചു. അതായത് ഇത് ബി എന്ന് പറയുന്ന പൊസിഷനും, അതേപോലെ തന്നെ ആ ഗ്രൗണ്ട് വീഴുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ഇൻസ്റ്റൻറ്റ് അവിടെ സി എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ, ഈ എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും സി എന്ന് പറയുന്ന പോയിന്റിലും എന്താണ്, ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിക്കോ, നമ്മൾ ഓരോ പോയിന്റ് എടുക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അറ്റ് പോയിന്റ് എ. നമുക്കറിയാം ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്തായിരിക്കും മിഷേലെ? എൻ്റെ കയ്യിലിരിക്കുന്ന സമയത്ത് ഉള്ള കേസാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന സമയത്ത് ഇതിന് കൈനറ്റിക് എനർജി ഉണ്ടോ ഇല്ലയോ? ഇല്ല. കാരണം എന്താ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉള്ളൂ. കൈനറ്റിക് എനർജി ഇവിടെ 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി കെയിൽ നിന്ന് എടുക്കണ്ട, കെ എന്നങ്ങ് എടുത്താൽ മതി. കെ എന്നല്ലേ നമ്മൾ മുകളിൽ എടുത്തിരിക്കുന്നത്. കൈനറ്റിക് എനർജി കെ ഈക്വൽ ടു എന്താ? 0 ആണ്. ആണോ? എന്നാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി യു എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? മാസ് ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു ആ ഹൈറ്റ്, mgh ഇല്ലേ? അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? mgh ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ എനർജി എന്ത് കിട്ടും? ടോട്ടൽ എനർജി
എനർജി ഈസിക്കൽ എത്രയാണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് 0 പ്ലസ് mgh ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര തന്നെ കിട്ടും? mgh എന്ന് കിട്ടും ടോട്ടൽ എനർജി ഇല്ലേ? അറ്റ് പോയിന്റ് എയിലെ കേസ് ഇതാണ്. ഓക്കെ ആണോ? മിഷേൽ ഓക്കെ ആണോ? സന ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഇനി നോക്കിക്കോളൂ. ഇനിയും അറ്റ് പോയിന്റ് ബിയിലേക്ക് വരാൻ വേണ്ടി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്നറിയാമോ? ഇതുണ്ട്, ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ആണോ? ആണ്. ഈ ഡിസ്റ്റൻസിനെ എക്സ് എന്നങ്ങ് നമ്മളങ്ങ് എടുക്കുകയാണ്. എന്താണ്? എക്സ് എന്നങ്ങ് എടുക്കുക. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? എയിൽ നിന്ന് ബി വരാൻ വേണ്ടി എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഓക്കെ, അവിടെ അങ്ങ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി എഴുതുക അറ്റ് പോയിന്റ് ബി. ബി. ഓക്കെ, ഇതൊന്ന് നോക്കിയേ. മൊത്തം വെച്ച് ഇത്രയും എക്സ് ആണെങ്കിൽ ഇതുണ്ട്, ഈ ഹൈറ്റ് എന്ത് വരും? എടാ മൊത്തം 12, ഇത്രയും ഹൈറ്റ് 5, ബാക്കി എത്ര വരും? 7 അല്ലേ? അപ്പോൾ ഇതെന്ത് വരും? ഈ ഹൈറ്റ് എന്ത് വരും? h മൈനസ് എക്സ് എന്ന് വരും. അതിവിടെ മാർക്ക് ചെയ്തേക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അറ്റ് പോയിന്റ് ബിയിൽ കൈനറ്റിക് എനർജി എന്താ? കൈനറ്റിക് എനർജി കെ. അവിടെ കൈനറ്റിക് എനർജി ഉണ്ടല്ലോ, കാരണം വീണുകൊണ്ടിരിക്കുന്ന കേസിൽ നമ്മൾ സ്റ്റാച്ചു പറഞ്ഞപ്പോൾ ഉള്ള കേസാണ്. വീണുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ട്? അതിന് കൈനറ്റിക് എനർജി ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസിക്കൽ എന്താ? ½ mv² ആണ്. എന്നാൽ ഇവിടെ ഇനിയും v² കണ്ടുപിടിക്കണ്ടേ? v² കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കി, ഇവിടെ ശ്രദ്ധിച്ചിട്ട് എഴുതണേ. വി ഹാവ് v² മൈനസ് u² ഈസിക്കൽ എന്താ? 2as ആണല്ലോ. ഇവിടത്തെ സംബന്ധിച്ച് v എന്ന് പറയുന്നത് എന്താ? ഫൈനൽ വെലോസിറ്റി ഇല്ലേ? v എന്ന് പറയുന്നത് എന്താ? ഫൈനൽ വെലോസിറ്റി ആണ്. u എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അതേപോലെ തന്നെ എന്താണ്? എന്താണ്? a എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ഇല്ലേ? a എന്ന് പറയുന്നത് g ആണ്. a ഈക്വൽ ടു g ആണ്. അതേപോലെ തന്നെ എസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താ? ഈ ബിയിൽ വരെ എ ടു ബിയുടെ കാര്യമാണ് പറയുന്നത്. അതായത് എ ടു ബിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ട്രാവൽ എ ടു ബി ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ട്രാവൽ ചെയ്തു? എയിൽ നിന്ന് ബി വരാൻ എക്സ് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ മക്കളെ? ഇവിടെ ഈ ഇംപ്ലൈസ് കൊടുക്കേണ്ട ഈക്വൽ ടു എന്ന് കൊടുത്താൽ മതിയേ. ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? എയിൽ നിന്ന് ബി വരെ വരുമ്പോഴുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്താ? ഇനീഷ്യൽ വെലോസിറ്റി എൻ്റെ കയ്യിലായിരുന്നിരുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? ഇനീഷ്യൽ വെലോസിറ്റി അവിടെ 0 ആണോ? അതെങ്ങനെ മനസ്സിലായത്? എയിൽ നിന്ന് ബി വരെയുള്ള ട്രാവലിൻ്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. എയിൽ ഇരിക്കുന്ന സമയത്ത് ബോഡി റെസ്റ്റിലാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി അവിടെ നിന്നാണ് എടുക്കുന്നത്, അത് 0 പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് അവിടെ ഫൈനൽ വെലോസിറ്റി ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താഴോട്ട് വരുന്ന കേസിൽ ഇവിടെ നോക്കിയോ, ഏതൊരു സാധനത്തിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ നോക്കിയിട്ട് റെസ്റ്റിൽ നിന്ന് തുടങ്ങുന്ന ഏതൊരു ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിലായിരിക്കുന്നത് മുകളിൽ എ എന്ന് പറയുന്ന പൊസിഷനിൽ, എൻ്റെ കയ്യിലായിരിക്കുന്ന റെസ്റ്റിലാണ്. കയ്യിൽ നിന്ന് തുടങ്ങി എവിടം വരെ വന്നു? ബി എന്ന് പറയുന്ന പൊസിഷൻ വരെ വരുന്നുള്ള കേസാണ് നമ്മൾ എടുക്കുന്നത്. അതുവരെയുള്ള കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിയോ, അപ്പോൾ ഇവിടെ അപ്പം ദെയർഫോർ നമ്മുടെ എന്താണ്? v² പകരം v² തന്നെ കൊടുക്കാം. u എന്തായിട്ട് മാറും? 0 ആവും. ഈസിക്വൽ ടു 2gx എന്ന് വരും ആണല്ലോ. അപ്പോൾ v² എന്ത് കിട്ടി? v² ഈസിക്വൽ ടു 2gx എന്ന് കിട്ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ 1 ആയിട്ട് കൊടുത്തോ, ഇതിനെ നമുക്കൊരു ഇക്വേഷൻ 2 ആയിട്ട് കൊടുത്തോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 in 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ഈസിക്വൽ ടു ½ mv² വരെ നമുക്ക് എന്ത് കൊടുക്കാം? 2gx കൊടുക്കാം ആണല്ലോ. ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് പോകുമ്പോൾ കൈനറ്റിക് എനർജി എന്ത് വരും? mgx എന്ന് വരും. അപ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി കിട്ടി. ഏത് പോയിന്റിലെയാണ്? എയിൽ നിന്ന് ബി എന്ന് പറയുന്ന പൊസിഷൻ വരെയുള്ള കൈനറ്റിക് എനർജി കിട്ടി. ഓക്കെ, ഇനി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണ്ടേ? നോക്കിയേ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ഈ ബി എന്ന് പറയുന്ന പോയിന്റിലെ ഈ എം മാസുള്ള ഒബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? മാസ് ഇൻറ്റു mgh അല്ലേ? mgh എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ്? ഈ താഴേന്ന് മുകളിലോട്ടുള്ള ഹൈറ്റാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് എത്ര? h മൈനസ് എക്സാ. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്തെന്ന് വരും? പൊട്ടൻഷ്യൽ എനർജി ഓൾസോ u ഈസിക്വൽ ടു നമുക്ക് എന്തെന്ന് വരും? u ഈസിക്വൽ ടു എന്താണ്? mg ഇൻറ്റു h മൈനസ് എക്സ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ mgh മൈനസ് ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തെന്ന് വരുന്നു? mgh മൈനസ് എന്തെന്ന് വരുന്നു? mgx എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്?
ടോട്ടൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ടോട്ടൽ എനർജി ഈസിക്കൽ ടു എന്താ, എനർജി ഈസിക്കൽ ടു എന്താ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്താ, mgx ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്താ, mgh മൈനസ് mgx ആണ്. ആണോ അങ്ങനെയാണോ? നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് mgx മൈനസ് mgx കട്ട് ചെയ്ത് പോയി. അപ്പോൾ ടോട്ടൽ എനർജി എന്ത് കിട്ടി, ടോട്ടൽ എനർജി എന്ത് കിട്ടി, എനർജി ഈസിക്കൽ ടു mgh എന്ന് കിട്ടി. എക്സോ എച്ച് നേരത്തെ എ എന്ന് പറയുന്ന പോയിന്റിലും ടോട്ടൽ എനർജി എന്തായിരുന്നു, mgh ആയിരുന്നു. ഇവിടെ എന്താ കിട്ടിയേ, mgh. അപ്പോൾ അവിടുന്ന് ഇവിടം വരെ വന്നപ്പോൾ എനർജി നഷ്ടപ്പെട്ടു പോയോ, ഇല്ല, അത് തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത്ര ഒന്ന് എഴുതിക്ക് പെട്ടെന്നാട്ടെ, ഇത്ര ഒന്ന് എഴുതിക്ക്. ഫാസ്റ്റ് ആവട്ടെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. മിഷേൽ ഓക്കെ ആണോ, സന ഓക്കെ ആണോ? ഓക്കെ സർ. യെസ് സർ. ദിവ്യ ഓക്കെ ആണോ? യെസ് സർ. ഓക്കെ. കഴിഞ്ഞോ? ഓക്കെ, ഇനി കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനിയും എല്ലാവരും എഴുതുക അറ്റ് പോയിന്റ് സി. ഓക്കെ, എഴുതിക്കും, പെട്ടെന്ന് എഴുതും. ഓക്കെ, ഇനി നോക്കിയോ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അറ്റ് പോയിന്റ് സി ആണ്. നോക്കിയോ, അത് ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ നിങ്ങളെ കാണിച്ചു തരാം. നോക്കിയോ, അറ്റ് പോയിന്റ് സി, ഇതുണ്ട് അറ്റ് പോയിന്റ് സി. നോക്കിയോളൂ, അറ്റ് പോയിന്റ് സി. നോക്കിയേ, സിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈനറ്റിക് എനർജി എന്താ, കൈനറ്റിക് എനർജി ഈസിക്കലും എന്താ, ഹാഫ് mv² തന്നെയാണ് അല്ലേ. അപ്പം നിങ്ങൾ നോക്കിയേ, അപ്പോൾ കൈനറ്റിക് എനർജി നമുക്കറിയാം v² കണ്ടുപിടിക്കണം. v² കണ്ടുപിടിക്കാൻ വേണ്ടി വി ഹാവ് എന്താണ്, വി കണ്ടുപിടിക്കാൻ വേണ്ടി വി ഹാവ് എന്താണ്, വി ഹാവ് v² മൈനസ് u² ഈസിക്കലും എന്താ, 2as തന്നെയാണ്. ഹിയർ എന്താണ്, വി എന്ന് പറയുന്നത് എന്താണ്, വി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഫൈനൽ വെലോസിറ്റിയാണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എവിടത്തെയാണ്, ഈ സി എന്ന് പറയുന്ന പോയിന്റിലെ ഫൈനൽ വെലോസിറ്റിയാണ്. യു എന്ന് പറഞ്ഞാൽ എന്താ, യു എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി. അത് എവിടത്തെ വെലോസിറ്റിയാണ്, മുകളിലത്തെ എ എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റിയാണ്, ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അതെന്തായിരിക്കും, അത് 0 ആയിരിക്കും. അതേപോലെ തന്നെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എ എന്ന് പറഞ്ഞാൽ എന്താ, എ എന്ന് പറയുമ്പോൾ ജി ആണ്. അതേപോലെ തന്നെ എസ് എന്ന് പറഞ്ഞാൽ എന്താ, എസ് നോക്കിയേ മക്കളെ, എസ് എന്ന് പറയുമ്പോൾ എത്രയാ, എസ് എന്ന് പറയുമ്പോൾ ഇവിടെ എയിൽ നിന്ന് സി വരെ, അതായത് എഴുതിക്കോണം, ഇത് എ ടു സി വരെയുള്ള കേസാണ് എടുക്കുന്നത്. അപ്പം എ ടു സി വരെയുള്ള ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ എന്താണ്, എച്ച് ആണ്. ഓക്കെ ആണല്ലോ, എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താവും, therefore നമ്മുടെ ഇക്വേഷൻ എന്താവും, v² മൈനസ് 0 ഈസിക്കൽ ടു 2gh എന്ന് വരുന്നു.
അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ ഈസ് ഈക്വൽ എന്താ 2gh. നേരത്തെ ഇക്വേഷനെ നമ്മൾ എന്തെന്നെടുത്തു, എന്താണ് ഇത് ഇക്വേഷൻ, ഇതിന് ഇക്വേഷൻ 3 എന്നെടുക്കാം, ഇത് ഇക്വേഷൻ 4 എന്നെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ടിങ് 4 in 3, സബ്സ്റ്റിറ്റ്യൂട്ടിങ് 4 in 3 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയറിന് പകരം 2gh എന്ന് എഴുതുന്നു. ജി കട്ട് ചെയ്ത് പോകുന്നു, കൈനറ്റിക് എനർജി എന്ത് കിട്ടി, mgh എന്ന് കിട്ടുന്നു. ഓക്കെ, എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, ആ അറ്റ് പോയിന്റ് സിയിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, ഹൈറ്റ് ഉണ്ടോ ഇവിടെ? ഈ സി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഗ്രൗണ്ടിൽ വീഴുന്ന ഒരു ജസ്റ്റ് പോയിന്റാണ്, അതിന് ഹൈറ്റ് ഉണ്ടോ? ഇല്ല. ഹൈറ്റ് എത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ഇല്ലേ? അപ്പോൾ ഹൈറ്റ് 0 അപ്പം താഴെ ഹൈറ്റ് 0 ആണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി കാണുമോ? ഭൂമിയിലാണ് കിടക്കണമെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താ, പൊട്ടൻഷ്യൽ എനർജി PE എന്നല്ല എടുക്കുന്നത്, U എന്നാണേ. പൊട്ടൻഷ്യൽ എനർജി U എന്താ, U 0 ആണ്. കാരണം ബിക്കോസ് എന്താ, അറ്റ് ഗ്രൗണ്ടാണ്, അതായത് ബോഡി അറ്റ് ഗ്രൗണ്ടാണ്. ബോഡി അറ്റ് എന്താണ്, ഗ്രൗണ്ടാണ്, ഗ്രൗണ്ട് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് എഴുതാം, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ, ടോട്ടൽ എനർജി ഞാൻ TE എന്ന് എഴുതുകയാണ്. ടോട്ടൽ എനർജി എന്താ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജി mgh ആണ്. അപ്പോൾ എന്താണ്, പ്ലസ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എന്ത് കിട്ടും, mgh കിട്ടും. അപ്പം ടോട്ടൽ എനർജി എന്ത് കിട്ടി, എല്ലാ പോയിന്റിലെയും ടോട്ടൽ എനർജി നമുക്ക് എന്ത് കിട്ടി, എല്ലാ പോയിന്റിലെയും ടോട്ടൽ എനർജി നമുക്ക് എന്ത് കിട്ടി, mgh കിട്ടി. അപ്പോൾ എന്താ, എനർജി കൺസേർവ്ഡ് അല്ലേ? എനർജി നഷ്ടപ്പെട്ടു പോയോ? ഇല്ല. അപ്പം എനർജി റിമെയിൻസ് എന്താണ്, കൺസേർവ്ഡ് ആണെന്നുള്ള കാര്യം നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനിയും ഇതിൻ്റെ ഒരു ഗ്രാഫ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, അപ്പോൾ ഇത് എഴുതിയോ മക്കളെ, ഇത് എഴുതിയോ നിങ്ങൾ? മിഷേൽ എഴുതിയായിരുന്നോ? മിഷേൽ എഴുതി. ഓക്കെ, സന എഴുതിയോ? യെസ് സർ എഴുതി. ദിവ്യ എഴുതിയോ? എഴുതുക. ഓക്കെ. ഓക്കെ, ഇനി നോക്കിക്കോളൂ. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്താ, ഇവിടെ നോക്കിയോ, താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ U എന്ന് പറയുന്നത് 0 അല്ലേ? എന്നാൽ ഇവിടെ U എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, U മാക്സിമം ആയിരിക്കും, ആണോ? മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് നോക്കിയോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇതിപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴാണ് താഴെ U0 U മാക്സിമം മുകളിൽ. ഇവിടെയോ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കോ, മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, കൈനറ്റിക് എനർജി 0 ആണ്. ഇവിടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതുക, ഇതിൻ്റെ താഴോട്ട് എഴുതുക, ടോട്ടൽ therefore ടോട്ടൽ എനർജി remains constant at point A, B and C.
നോക്കിക്കോളൂ. ഇനിയും ഇതിൻ്റെ ഒരു അപ്പം ഒരു കാര്യം കൊണ്ട് എഴുതിക്കോ. ഡൗൺവേർഡ് മോഷൻ ഡ്യൂറിങ് ഡൗൺവേർഡ് മോഷൻ ഡ്യൂറിങ് ഡൗൺവേർഡ് മോഷൻ ഡൗൺവേർഡ് മോഷൻ കൈനറ്റിക് എനർജി increases and potential energy decreases. During upward motion potential energy increases and kinetic energy decreases. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിൻ്റെ ഒരു ഗ്രാഫോടെ ഉണ്ട്. ഗ്രാഫോടെ കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. നോക്കാം. അതായത് എനർജിയും ഹൈറ്റും തമ്മിലുള്ള ഗ്രാഫാണ്. എനർജി ഹൈറ്റും തമ്മിലുള്ള ഗ്രാഫാണ്. നോക്കിയേ, അതായത് ഇത് എ എന്ന് പറയുന്ന പോയിൻ്റാണ്. നോക്കി, ഇവിടെ ശ്രദ്ധിച്ചോണം. ഇത് എ എന്ന് പറയുന്ന പോയിൻ്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിൻ്റ്, ഇത് സി എന്ന് പറയുന്ന പോയിൻ്റ്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്കറിയാം സി എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും, ഇല്ലേ? സിയിൽ നിന്ന് എയിലോട്ട് പോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുവാണോ കുറയുവാണോ? സിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താ? അപ്വേർഡ് മോഷൻ. അപ്പോൾ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി കൂടും. കണ്ടോ, ഇങ്ങനെ പൊട്ടൻഷ്യൽ എനർജി കൂടി കണ്ടോ, എയിൽ വരുമ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. എന്നാൽ കൈനറ്റിക് എനർജിയോ? സിയിൽ നിന്ന് എയിലോട്ട് വരുമ്പോൾ സിയിൽ കൈനറ്റിക് എനർജി എന്താ? സിയിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മാക്സിമോ, കണ്ടോ, കൂടുതലാണ്. അവിടെ നിന്ന് എയിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? എയിലോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി കുറഞ്ഞു വരും. ഓക്കെ ആണല്ലോ. ഇതിനെ ഞാൻ ഇച്ചിരി ഇങ്ങോട്ടേക്ക് മാറ്റുവാണ്. കാരണം ഈ ബി വരുന്നിടത്താണ് രണ്ടും എന്ത് ചെയ്യുന്നത്? ജോയിൻ ചെയ്യുന്നത്. ഇതാണ് ബി. ഈ പോയിൻ്റാണ് നമ്മുടെ ബി. ഓക്കെ, കണ്ടോ, ഇങ്ങനെ. എന്നിട്ട് ഇവരെ രണ്ടുപേരും കൂടെ കണക്ട് ചെയ്തിട്ട് ഇത് ടോട്ടൽ ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. അതായത് ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്, ഇത് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്. ഇനിയും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് വരും. ഇത് ടോട്ടൽ എനർജിയുടെ ഗ്രാഫ്. ഇതും കൂടെ നോക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഹൈറ്റ് കൂടെ മാർക്കുകയാണ്. എ വരെയുള്ള ഹൈറ്റ് h ആണ്. അത് മാർക്കുകയാണ്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആകുന്ന സ്ഥലമാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. ഹൈറ്റ് h/2 കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവും. h/2 ഇത് h/2 ആണ്. അലീഷ ഒരു 5 മിനിറ്റ്. അലീഷ. ഓക്കെ സർ. കുഞ്ഞുങ്ങളെ കഴിഞ്ഞായിരുന്നു? ഓക്കെ, ഇത് വരച്ച് കഴിഞ്ഞെങ്കിൽ ഇത്രയുമേ ഉള്ളൂ ഈ ചാപ്റ്റർ. നിങ്ങൾ ആ സിമ്പിൾ